എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പെരുമ്പാവൂർ എങ്ങനെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഹബ്ബായി എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഹബ്ബാവുകയും ചെയ്തു. അവിടെ മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഹബ്ബായി മാറുകയും ചെയ്തു. പകൽ സമയത്ത് പുറത്തിരുന്ന് പോലും റെയിൽവേ ട്രാക്കല്ല മറ്റേ റോഡിൻ്റെ വശത്തും പല സ്ഥലങ്ങളിൽ ഇരുന്ന് പോലും ആളുകൾ ഈ കഞ്ചാവൊക്കെ വലിക്കുന്നു എന്നുള്ള വാർത്തകൾ ഒരുപാട് വന്നു. അവിടെ കോളനി തന്നെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ എന്തായാലും വലിയ റെയ്ഡ് നടന്നു. ഇന്നലെ അവിടെ രമേശ് ചെന്നിത്തല പോയി അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഇന്നലെ ആരംഭിച്ചു. ഹിന്ദിയിൽ രമേശ് ചെന്നിത്തല വലിയ പ്രസംഗമൊക്കെയാണ് ഇന്നലെ നടത്തിയത്. പെരുമ്പാവൂരിൽ വലിയ കയ്യടി നേടി. ചെറിയ മഴയുണ്ടായിരുന്നു, എന്നിട്ടും ആയിരക്കണക്കിന് ആളുകൾ അതിനകത്ത് പങ്കെടുത്തു. വലിയ ഒരു ബഹളമാണ് അവിടെ നടന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പെരുമ്പാവൂർ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് പലരും നമ്മളോട് ചോദിക്കും. എന്തുകൊണ്ടാണ് പെരുമ്പാവൂർ കേരളത്തിൽ ഇങ്ങനെയായി? വളരെ ലളിതമാണ് കാര്യം. അതായത് എറണാകുളം ജില്ലയിലെ ആളുകൾക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള, കുറച്ചുകൂടി കാശ് കുറഞ്ഞ് കിട്ടിയിട്ടുള്ള, വാടകയ്ക്കൊക്കെ വീട് കുറഞ്ഞ് കിട്ടിയ ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ആദ്യം കുറച്ച് ആളുകൾ പെരുമ്പാവൂർ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ അതൊരു ഹാബിറ്റായി മാറി. കൂടുതൽ പെരുമ്പാവൂർ ഡൽഹിയിൽ പോയാലും ഇങ്ങനെയുണ്ട്. ഡൽഹി ഉത്തർപ്രദേശ് ബോർഡർ എന്ന് പറയുന്നതാണ് നോയിഡയിലാണ് ആളുകൾ പോയി വസ്തുവൊക്കെ വാങ്ങുകയും പിന്നെ ആദ്യമൊക്കെ പോയി വാങ്ങിച്ചവർക്ക് ചീപ്പ് വിലയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് തന്നെ പറയാം. പക്ഷെ പിന്നെ ആയപ്പോൾ IPS വലിയ ബിസിനസ് മാഗ്നറ്റുകളൊക്കെ നോയിഡയിൽ പോയി ഫ്ലാറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. നോയിഡയിൽ പോയി ഫ്ലാറ്റ് ഉണ്ടാക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ നോയിഡ വലിയ സിറ്റിയായി മാറി. നോയിഡയുടെ പ്രത്യേകത ആരും പോകാതെ കിടന്നു. പക്ഷേ ഡൽഹിയിൽ വാങ്ങുന്നതിൻ്റെ ഒരു 4-1% പൈസ കൊടുത്താൽ നോയിഡയിൽ പറ്റും വാങ്ങാൻ. അതുകൊണ്ട് ഡൽഹിക്ക് പിന്നെ ഒരു യാത്ര ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നോയിഡ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ മുംബൈയിലും ഇതുപോലെ ഒന്നുകിൽ ചേരി ഡെവലപ്പ് ചെയ്യും, സ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ കൊച്ചടുത്ത് കിടക്കുന്ന ഗ്രാമം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ പെരുമ്പാവൂർ ഡെവലപ്പ് ചെയ്തതാണ്. അങ്ങനെ എറണാകുളം ജില്ലയിലെ തൊഴിലിനെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ എറണാകുളം ജില്ലയിലാണ് ധാരാളം അന്യ സംസ്ഥാന തൊഴിലാളികൾ പങ്കെടുക്കുന്നത് ജോലിക്കായിട്ട്. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാനൊക്കെ വരുന്ന രീതിയിൽ രാവിലെ നമ്മളിപ്പോൾ ഹൈദരാബാദിലൊക്കെ പോയാലും കാണാൻ പറ്റും. രാവിലെ ഒരു 6 മണി 6:30 7 മണിക്കകത്ത് അതിനകത്ത് കഴിയും. കൊച്ചു ജംഗ്ഷനുകളിൽ നൂറുകണക്കിന് പേർ വന്ന് നിൽക്കും. അപ്പോൾ വാഹനം, കാറോ ബസ്സോ സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലും കൊണ്ട് നിർത്തും. ഒരു ജോലിക്കാരൻ മതി ബൈക്ക് കയറ്റും. 5 പേർ വേണമെങ്കിൽ 3 പേർ വേണമെങ്കിൽ ആട്ടോ കൊണ്ടുവരും. കൂടുതൽ തൊഴിലാളികളെ വേണമെങ്കിൽ ബസ്സിൽ നമ്മുടെ വലിയ വണ്ടി കൊണ്ടുപോയാൽ നമുക്ക് അവരെ വിളിച്ചുകൊണ്ടുവരാം. ഒരു കൂലി അപ്പം തന്നെ സംസാരിച്ച് ഫിക്സ് ചെയ്ത് വിളിച്ചുകൊണ്ടുവരാം. വൈകുന്നേരം ആകുമ്പോൾ അവർ ജോലി ചെയ്തിട്ട് പോകും. അങ്ങനെ ലേബേഴ്സിനെ, അത് തൊഴിലാളികളെ മാർക്കറ്റ് പൂൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ജംഗ്ഷനുകൾ പലയിടത്തുമുണ്ട്. ഇങ്ങനത്തെ ജംഗ്ഷനുകളൊക്കെ പെരുമ്പാവൂരിൻ്റെ അടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അന്യസംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികൾ, വ്യത്യസ്തമായ തൊഴിലാളികൾ വന്ന് അവർ ധാരാളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു? ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നു. അത് പിടിക്കപ്പെട്ടു. അവസാനം വലിയ വിഷയമായി. പെരുമ്പാവൂർ ഓപ്പറേഷൻ എന്ന പേര് തന്നെ വന്നു. വലിയ വാർത്തയായി പെരുമ്പാവൂരിനെ സംബന്ധിച്ച്. എന്തായാലും സംഭവം ഇപ്പോൾ തീരുമാനമായി. ഇന്നലെ വലിയ ചർച്ച നടന്നു, അവിടെ ആഘോഷം നടന്നു, പിന്നെ പ്രചരണ പരിപാടികൾ നടന്നു. അവിടത്തേക്ക് വളരെ വലിയ തോതിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും അവിടെ റെയ്ഡ് നടക്കാം. അങ്ങനൊരു വാർത്ത, ഒരു മെസ്സേജ് അവിടുത്തെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP-യും അതുപോലെ തന്നെ പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും DGP-യും ബന്ധപ്പെട്ട എല്ലാവരും പോയി ഇന്നലെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഇത് ഉപയോഗിക്കുകയോ കൈകാര്യം ചെയ്യുകയോ വിൽക്കുകയോ കൈവശം വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ കൃത്യമായി വലിയ നടപടി ഉണ്ടാകും. റെയ്ഡ് ഏത് നിമിഷവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പെരുമ്പാവൂർ റെയ്ഡ് ഇതായി. ഞാൻ പെരുമ്പാവൂർ ഇങ്ങനെ ആയി എന്ന് പറയാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും വൻകിട ടൗണുകൾക്ക് സമീപത്ത് ഇതുപോലത്തെ കൊച്ചു പെരുമ്പാവൂറുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ ഒരു പെരുമ്പാവൂരാണ് ഉണ്ടത്. അത് നന്നായി പോയാൽ അവിടുത്തെ ഇപ്പോൾ നോയിഡയൊക്കെ വളരെ മനോഹരമായതുകൊണ്ട് അവിടുത്തെ ആളുകൾക്കും വലിയ ജോലി കിട്ടും, വലിയ കെട്ടിടങ്ങളൊക്കെ വരും. പക്ഷേ ഇതുപോലെ മയക്കുമരുന്ന് പോലുള്ള അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ സ്വാഭാവികമായിട്ടും ആ ടൗൺ അല്ലെങ്കിൽ ആ ഗ്രാമം നശിക്കും. അതും ഉണ്ട്. അപ്പോൾ ഇതേതാണ് എന്നുള്ളത് നമുക്ക് പെരുമ്പാവൂർ എങ്ങനെ വേണോ വളരാം. ഒന്നുകിൽ ഈ പറഞ്ഞതൊക്കെ അവിടുത്തെ ആളുകൾക്കൊക്കെ തൊഴിൽ കിട്ടുന്ന അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് താമസിക്കുമ്പോൾ ഒരുപാട് മെച്ചമുണ്ടാവും. പക്ഷേ ആ മെച്ചത്തിനനുസരിച്ച് ഈ പറയുന്ന ഗുണ്ടായുസവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും പിന്നെ മയക്കുമരുന്നും ഗഞ്ചാവും അങ്ങനത്തെയുള്ള കാര്യങ്ങളുടെ സാധ്യതയും വളരെ കുറവാണ്. ഒരു പെരുമ്പാവൂരിലാണ് ജിഷ കൊലപാതകം നടന്നത്. അതൊരു ആസാംകാരനാണ് ചെയ്തതെന്നാണ് അവസാനം വിധിക്കപ്പെട്ടത്, കോടതി വിധിച്ചത്. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ജിഷ കൊലക്കേസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഞാൻ ആരെയും കുറച്ചാക്കി കാണുന്നതിനോ ഏതെങ്കിലും സംസ്ഥാനത്ത് വന്ന് ജോലി ചെയ്യുന്നവരെ ചെറുതാക്കി കാണുന്നതിനല്ല. നമ്മുടെ സംസ്ഥാനത്തിലെ ആളുകളും ആയിരക്കണക്കിന് പേരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. ആർക്കും എവിടെയും പോയി ജോലി ചെയ്യാം.
പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു കൺസെപ്റ്റ് പറഞ്ഞു എന്നുള്ളതാണ്. പെരുമ്പാവൂർ ഇങ്ങനെ ആയതിൻ്റെ കഥ ഇതാണ്.